വെടിക്കെട്ടിന് മുൻപ് ഒരു ചെറിയ അറിയിപ്പുണ്ട്. വെടിക്കെട്ട് ആരംഭിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾ ഒരല്പം ശബ്ദം താഴ്ത്തി സംസാരിക്കണം. കാരണം വെടിക്കെട്ട് എല്ലാവർക്കും കേൾക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ വെടിക്കെട്ട് ആരംഭിക്കുന്നു. ബദ്ധശത്രുക്കളായ അമിട്ട് ചീറ്റിവാസവും ഗുണ്ടു ചീറ്റിപ്പരമും ഇതാ ഏറ്റുമുട്ടുന്നു. തെക്കേ ചേരിവാർത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു അമിട്ട് ചീറ്റിപ്പരമോ. പ്രഖ്യാപിച്ചുകൊണ്ട് അമിട്ട് ചീറ്റിപ്പരമോ ഇതാ പൊന്നു പടയെ വെടിക്കെട്ട് തുടങ്ങാറായിട്ടില്ല. അതിന് വെടിക്കെട്ട് തുടങ്ങിയതല്ല, ഇത് ഞാൻ വന്നെന്നറിയിക്കാൻ വേണ്ടി. വന്നെന്നറിയിക്കാൻ വേണ്ടി. ഹലോ, എടാ പട്ടി ഇതിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടാ വിളിക്കരുതെന്ന്. ബ്ലഡി റാസ്കൽ, അത്യാവശ്യം പോകുമ്പോഴാണ് വിളിക്കണം. കത്തിയിടാൻ പോകണം, കിടക്കണം. ആരാടോ? അച്ഛനാണ്. അത് ശരി. ഇതാ വടക്കേച്ചേരി വാർത്ത പ്രതിനിധീകരിച്ചുകൊണ്ട് ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഗുണ്ടു ചീറ്റി വാസു. ഇതാ കയ്യൂക്കല്ല കരിമരുന്നാണ് കാര്യമെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് മാത്രമല്ല വെടിക്കെട്ടുകാരന്റെ മകനെ ഉടുക്കി പേടിപ്പിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഗുണ്ടു ചീറ്റി വാസു. എന്റെ പൊന്നിയേട്ട വെടിക്കെട്ട് തുടങ്ങാറായിട്ടില്ല. വെടിക്കെട്ട് തുടങ്ങാറായിട്ടില്ല എന്ന് എനിക്കും അറിയാം. പക്ഷെ ചിലരൊക്കെ അറിയണ്ടേ ഞാനും വന്നു. എന്റെ മുണ്ട് കീറുന്ന സൗണ്ട് ഇല്ലടാ നിന്റെ ഗുണ്ട് പൊട്ടണേന്. നിന്റെ മുണ്ട് പിടിച്ചിട്ട് ഞാൻ കീറും. ഞാൻ എന്റെ പൊന്നിയേട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കാര്യം നിങ്ങൾ ബദ്ധ ശത്രുക്കളായിരിക്കും. അതൊന്നും ഇവിടെ കാണിക്കാൻ പാടില്ല. ഇവിടെ വെടിക്കെട്ടിലാണ് നിങ്ങൾ വന്നേക്കുന്നത്. മനസ്സിലായില്ല? അപ്പൊ ചോദിക്കട്ടെ, ചേട്ടൻ എത്ര വർഷമായി വെടിക്കെട്ട് ഫീൽഡിൽ വന്നിട്ട്? എടാ ഞാൻ 40 വർഷമായി വെടിക്കെട്ട് ഫീൽഡിൽ. 40 വർഷമായിട്ട് വെടിക്കെട്ട് ഫീൽഡിലുണ്ട്. ചേട്ടന് ഇപ്പൊ എത്ര വയസ്സായി? കറക്റ്റ് 32 വയസ്സ് ഇപ്പൊ കഴിഞ്ഞു. വെറുതെ നോണേടാ. ചേട്ടന്റെ ഫാമിലി കംപ്ലീറ്റ് വെടിക്കെട്ട് ഫാമിലിയാണ്. മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? 2 മക്കളാണ്, ഒരാണും ഒരു പെണ്ണും. മൂത്തതാണ്, അവന്റെ പേര് നാഗപ്പൻ. അവന് നാഗാലാൻഡിൽ പാമ്പ് കുളിയുടെ ബിസിനസ് അല്ലേ. ഇളയത് പെണ്ണ് പൂത്തിരി, അവൾ ഓലപ്പടക്കത്തിൽ എംബ്രോയിഡറി പഠിച്ചിട്ടിരിക്കുക. പ്രശ്നം ഉണ്ടാക്കല്ലേ. ഇതൊരു കാര്യം ചെയ്യും. ചേട്ടനല്ലേ പറഞ്ഞ, ചേട്ടൻ തന്നെ ആദ്യം ഇങ്ങോട്ട് തുടങ്ങും. ഓക്കെ, എന്റെ വെറൈറ്റി കണ്ടോ? പെട്ടെന്ന് തുടങ്ങിക്കൂ. എന്തോട്ടി പോയ സാധനത്തിന്റെ പേര്? ഗർഭം കലക്കി. ഇതാണ് അതല്ലേലും കലങ്ങി പോകാനാണ്. കലങ്ങാത്ത സാധനം ദേ കണ്ടോ. സൂപ്പർ. എന്തോട്ട് ഈ സാധനത്തിന്റെ പേര്? ഇതാണ് കുടുംബം കലക്കി. കുടുംബം കലക്കി വിട്ടോ. എന്നാ പിടിച്ചോ ഒരെണ്ണം. വെറൈറ്റി സാധനം പെട്ടെന്ന്. സൂപ്പർ, അടിപൊളി. എന്തോട്ട് ഈ സാധനത്തിന്റെ പേര്? കൊട. 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 കൊടവിട്ട. അതിൽ അടിപൊളി വെറൈറ്റി കൊട. അടിപൊളി. എന്തോട്ട് ഈ സാധനത്തിന്റെ പേര്? ഇതാണ് ഇരിങ്ങാല കൊട. ഇതാണ് ഇരിങ്ങാല കൊട. എന്നാ ഇന്നലെ സെക്കൻഡ് ഷോ സിനിമ കഴിഞ്ഞ് വന്നപ്പോ കണ്ടുപിടിച്ചൊരു വെറൈറ്റി. സെക്കൻഡ് ഷോ സിനിമ കഴിഞ്ഞ് കണ്ടുപിടിച്ച വെറൈറ്റി. കത്തിച്ചു വിട്, പെട്ടെന്ന് വിട്. എന്തോട്ടെ ഈ ഗുണ്ടിന്റെ പേര്? ഷക്കീല ഗുണ്ട്. അതൊക്കെ ഒരുപാട് കഴിഞ്ഞതാണ്, അത് പഴയതാ. പുതിയ വണ്ടി, പുതിയ സാധനം, ന്യൂ സ്പെഷ്യൽ. പെട്ടെന്ന് വിട്. സൂപ്പർ, അടിപൊളി. എന്തോട്ട് ഇത് 2 പ്രാവശ്യം മറിഞ്ഞു പോയി പൊട്ടിയത്? ഇതാണ് മറിയ കൊണ്ട്. നീ മറിയ കൊണ്ട് വിട്ടോ. എന്നാ പിടിച്ചോടാ പുതിയത്. പെട്ടെന്ന് വിട്. ഐക്യം വേണം. സൂപ്പർ. എന്തോട്ട് ഈ ഗുണ്ടിന്റെ പേര്? ലീഡർ ഗുണ്ട്. അതൊക്കെ പല്ല് കൊഴിഞ്ഞ സിംഹമാണ്. ഇപ്പോഴത്തെ സിംഹം പുലി. വളരെ അടിപൊളി. എന്തോട്ട് ഈ സാധനത്തിന്റെ പേര്? ഇതാണ് അച്ചുമാമാ ഗുണ്ട്. അച്ചുമാമാ ഗുണ്ട്. എന്നാ പിടിച്ചോടാ. പുത്തൻ വെറൈറ്റി. ചീറ്റിപ്പോയി. ഞാൻ അപ്പഴേ പണിക്ക് പോടാ. ഇവിടെ ഇത്രയും ഗുണ്ട് പൊട്ടിച്ച് ഇത് മാത്രമാണ് ചീറ്റിപ്പോയത്. ഇത് ചീറ്റിപ്പോയതല്ല, ഇതാണ് ഈ ഗുണ്ടിന്റെ പ്രത്യേകത. എത്ര കത്തിച്ചു വിട്ടാലും ഒന്നും മിണ്ടൂല. ശരി. ഈ ഗുണ്ടിന്റെ പേരെന്താണ്? അന്തപ്പം ഗുണ്ട്. വളരെ പൈശാചികോ മൃഗീയമായ ഗുണ്ട്. അടിപൊളി വെറൈറ്റി. കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തു. ഓം ശാന്തി, ഓം ശാന്തി, ഓം ശാന്തി. എന്തോട്ടെ ഈ ഗുണ്ടിന്റെ പേര്? ഇതാണ് ശബരിമല സ്പെഷ്യൽ തന്ത്രി ഗുണ്ട്. ശബരിമല സ്പെഷ്യൽ. അതൊക്കെ പഴയത്, അതിലും പുതിയത് പിടിച്ചോ. പുതിയ സാധനം പെട്ടെന്ന് കത്തിച്ചു. എന്റെ പൊന്നു കേട്ടോ, എന്താണ് കേട്ടോ ഒരു വിമാനത്തിന്റെ ശബ്ദം? ആകാശ പീഡന ഗുണ്ട് എന്ന് വെച്ചാല് ഗുണ്ട്. പ്രശ്നം ഉണ്ടാക്കല്ലേ. നിങ്ങൾ തമ്മിത്തല്ല് കൂടല്ലേ. ഇവിടെ വെടിക്കെട്ടിനല്ലേ വന്നേക്കണം. നിങ്ങൾ ഗുണ്ടിന്റെ ആൾക്കാരാണ്, ഗുണ്ടായിസിന്റെ ആൾക്കാരാണ്? ഗുണ്ടിന്റെ ആൾക്കാരാണ്. അപ്പൊ നിങ്ങൾ ഗുണ്ടിന്റെ ആൾക്കാർ ഇവിടെ ഗുണ്ടിന്റെ പരിപാടി നടത്തിക്കൊള്ളാം. അപ്പൊ ഏതായാലും കൈ അങ്ങ് കൊടുത്തേ. ഇതാണ് ചേരും കൂടുമ്പോ കൂടും. അപ്പൊ ഒരു കാര്യം ചെയ്യ്, ഈ ഇരിക്കുന്ന കാഴ്ചക്കാർക്ക് വേണ്ടി 2 പേരും ഒരുമിച്ച് നിന്നുകൊണ്ട് കലാശക്കൊട്ട് ഒരുമിച്ച് വരണം. കത്തിച്ചു വിട്ടോ അങ്ങോട്ട്. എന്റെ പൊന്നോ, എങ്ങടാന്ന് പോണ പോലും കണ്ടില്ല. പക്ഷെ സൂപ്പർ സാധനം കലക്കിയിട്ടുണ്ട്. അതെ, നിങ്ങളുടെ പരിപാടി ബുക്ക് ചെയ്യാൻ വേണ്ടി ആരാണ്ട് വന്നിട്ടാ.
എക്സ്ക്യൂസ് മീ, ഹലോ, ഇപ്പൊ ആരാ പുറത്തേക്ക് ഒരു സാധനം കത്തിച്ചു വിട്ടത്? ആ, നിങ്ങളാണ്. എന്തായിരുന്നു ആ പ്രോഡക്റ്റിന്റെ പേര്? ആ പ്രൊഡക്റ്റിന്റെ പേരാണ് ഡബിൾ ഗർഭം കലക്കി. എടാ മഹാഭാവികളെ, അത് ഗർഭമല്ലടാ കലക്കിയത്, എന്റെ മുതുകാടാ, അതേ കാട്.